കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കിതാ വഴിയിൽ നിന്ന് കിട്ടിയ ഒരാളാണ് കേട്ടോ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടോ ആരോ ഒരാൾ വഴിയിൽ ഉപേക്ഷിച്ച് പോയതാണ് ഈ ഒരു കുഞ്ഞിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവൾക്ക് പേരൊക്കെ ഇട്ടു കേട്ടോ. എന്നാണെന്നുള്ള എൻ്റെ അമ്മേ നോക്കിയത് എൻ്റെ തലേക്കൂടി ചാടി. ഇതിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ലക്കി, ഒന്ന് മാറ്. കുഞ്ഞുണ്ണിനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ആരോ വഴിയിൽ ഉപേക്ഷിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഞാൻ അതിനെതാ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ലക്കിക്ക് അത്ര ഇഷ്ടമൊന്നും ആയിട്ടില്ല. അയാളെ വീട്ടിൽ വന്നു. പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കിങ്ങിണീന്ന് പേരിട്ട് വിളിച്ചു കേട്ടോ. നല്ല അനുസരണയാണ് കേട്ടോ, പാവാണ്. നമ്മൾ എൻ്റെ അമ്മ നോക്കിയോ രക്ഷയില്ല കേട്ടോ. ലക്കിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കിങ്ങിണീനെ കൊണ്ടുവന്നത്. കണ്ടോ ലക്കി, അത് കുഞ്ഞല്ലേ വാവയല്ലേ, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ദാ ഇത് കാട്ടൺ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ സെറ്റാക്കി കിടത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ പുറത്തേക്ക് ചാടിയിട്ടാണ് മൂത്രമൊഴിക്കാനും അപ്പിടാനും ഒക്കെ അവൾ പുറത്തേക്ക് പോയിട്ട് ദൂരെ പോയി മൂത്രമൊഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വരാം. ലക്കിയാണേലും ഇത് നോക്കി അതിനെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കണം. പക്ഷെ അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ, കേട്ടിരിക്കുകയാണ്. ചേട്ടൻ പേടിപ്പിച്ചിട്ടൊന്നും കിങ്ങിണിക്ക് യാതൊരു കുലുക്കൂല്ല. അവള് നല്ല സ്ട്രോങ് കേളാണ്. ഇതാ ഇരിക്കണോക്കി കാഴ്ചയൊക്കെ കണ്ട് ചേട്ടൻ എന്ത് വേണേലും കാണിച്ചോട്ടെ, ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് അവളുടെ ഇരിപ്പ്. സുന്ദരി സുന്ദരി കിങ്ങിണിയെ വിളിയട്ടെ. കിങ്ങിണിയെ കിങ്ങിണി കിങ്ങിണി കണ്ട വിളിയൊക്കെ കേൾക്കൂട്ടാ. 2 ദിവസമായി. ഇന്നലെ കിട്ടിയതാട്ടാ, ഇന്നലെ കിട്ടിയതാണ് അവളെ. പക്ഷെ വിളിയൊക്കെ കേൾക്കൂട്ടാ. അതാ ചേട്ടൻ പോയി കഴിഞ്ഞാൽ പോടി ഒളിച്ചിരിക്കാൻ കണ്ട. ഇങ്ങനെ പോരെ, ഇങ്ങോട്ട് പോരെ. കിങ്ങിണി കിങ്ങിണി പൊന്നേ കിങ്ങിണി സുന്ദരി വാ. കിങ്ങിണി കിങ്ങിണീനെ കാണാനല്ലേ കിങ്ങിണി വെളിച്ചത്തേക്ക് നീങ്ങുന്നേ, വെളിച്ചത്തേക്ക് നീങ്ങുന്നേ കുഞ്ഞാണ് കേട്ടോ. കിങ്ങിണി വെളിച്ചത്തേക്ക് നീങ്ങുന്നേ. കിങ്ങിണി ചേട്ടൻ വരണുണ്ടോ നോക്കണതാ. ചേട്ടൻ എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴാണ് കേട്ടോ കൊച്ച് പുറത്തേക്കൊന്ന് ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നടക്കണത് കണ്ട. ഒളിച്ചിരുന്ന് നോക്കണത്. അയ്യടാ ഒളിച്ചിരിക്കുക കിങ്ങിണി. ലക്കിയേ ഈ സമയമാണ് കേട്ടോ ലക്കിയുടെ സമയം. ഇത് ഈ ഒരു നേരത്താണ് ലക്കി ഇങ്ങനെ ഉലാത്തണ സമയമാണ്. ഇവിടെ മുഴുവനും എവിടേക്കോ പട്ടിയുടെ കുര കേട്ടിട്ട് ഇങ്ങനെ അതിനന്വേഷിച്ച് കിടക്കാം. ലക്കിയേ ലക്കി ലക്കി അവിടെ പോയി. ലക്കി അവിടെ പോയി. എൻ്റെ അമ്മ ഇതേ പറഞ്ഞു. അയ്യോ എൻ്റെ അപ്പോ എവിടെ? അയ്യോ പോയി പറ്റിച്ചേ പറ്റിച്ചേ. അയ്യോ എവിടെ എവിടെ? അയ്യോ കിങ്ങിണി എന്തേ? കിങ്ങിണി വണ്ടിയുടെ ഉള്ളിൽ ഇടയിൽ കയറിയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തിച്ച് നോക്കൂട്ടാ. ഇടയ്ക്ക് അതാ കാട്ടൺ ബോക്സിൻ്റെ ഉള്ളിലേക്ക് അവൻ എത്തിച്ച് നോക്കൂ. കണ്ടാ ലക്കി? കണ്ടാ ലക്കി? ലക്കിനെ പേടിപ്പിക്കാനുണ്ട് കിങ്ങിണി. ലക്കിയെ ലക്കി ഇവിടെ ഒന്നുമല്ല ലക്കി, അത് ഇവിടെ അല്ല കുറയ്ക്കണത്, വേറെ എവിടെയോ കുറയ്ക്കണതാ. ആ ലക്കി വലിയ ആളായിട്ട് നടക്കുക. നേരത്തെ ഒരു എന്തിട്ടങ്ങാണ്ട് കിളിയുടെ ഒച്ച കേട്ടില്ലേ, അപ്പം അതിനെ പിടിക്കാൻ വേണ്ടി ഓടി കിടക്കായിരുന്നു. മാനത്തേക്ക് നോക്കി കുറച്ചുകൊണ്ട് കിടക്കായിരുന്നു ലക്കി. ഇവിടെ ഇങ്ങനെ ചുറ്റും കാടായതുകൊണ്ട് പലതരം കിളിയുടെ സൗണ്ടൊക്കെ കേൾക്കും. പക്ഷേ ലക്കിയുടെ വിചാരം ലക്കിനെ ഉപദ്രവിക്കാൻ പറഞ്ഞ ആരോന്ന് വിചാരിച്ചിട്ട് ലക്കി മാനത്ത് നോക്കി ഓടിയോണ്ട് കിടക്കുക. മോൻ
ഒരു സമാധാനം ഇല്ല ലക്കിക്ക്. പല വിധത്തിലുള്ള ശബ്ദങ്ങളാണ് ഈ ഒരു നേരത്തെ ഇവിടെ കേൾക്കണത്. കുഞ്ഞാ മുഖത്ത് മാന്ത് കിട്ടും. നീങ്ങിന്നോട്ടല്ലേക്ക്. ആ കിങ്ങിണി കുഞ്ഞാണെങ്കിൽ മാന്തോള്. ആ നീങ്ങിക്കോ, വേണ്ടട്ടാ. കയറിയിരുന്നോ? അവിടെ പോയി റെസ്റ്റ് എടുത്തോ? കുറേ ഓടിയാടുതല്ലേ ലക്കിയേ? എന്താ ഈ അന്വേഷിച്ചെടുക്കണത് ലക്കിയേ? ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. എവിടെയോ പട്ടികൾ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ടോ, അത് ശ്രദ്ധിച്ചിക്ക. ഇടയ്ക്ക് വന്ന് നോക്കും. ചേട്ടനല്ലേ ഉത്തരവാദിത്തം ഉണ്ട്. കൊച്ചെന്തെടുക്കണം നോക്കണ്ടേ അല്ലേ ലക്കി? ആ പോയി അവിടെ പോയിരുന്നോ? ചെല്ലേ നാമൻ ചെല്ലേ, നാമൻ ചെല്ലേ, നാമൻ ചെല്ലേ, അവിടെ ഇരുന്നോ. ഇക്കടാ നടന്നു കഴിഞ്ഞപ്പോൾ ലക്കിക്ക് ക്ഷീണമായിട്ടാ. കിങ്ങിണിയാണെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണമില്ല. അപ്പോൾ അവൾ ഇറങ്ങുമ്പോൾ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് നോക്കി നിന്നത്. ഇടയ്ക്ക് എഴുന്നേറ്റ് ഒരു സമാധാനം ഇല്ലാണ്ട് ഇടയ്ക്ക് മണപ്പിച്ച് വെക്ക് നോക്കി. ലക്കി മാന്തൂട്ടോ അവള്. ലക്കി മോനെ മാന്തൂട്ടോ. വേണ്ട, ഇങ്ങോട്ട് പോരേ, വാ ഇങ്ങോട്ട് പോരെ. ഇവിടെ ഒന്ന് കിടന്നോ, ഇവിടെ കിടന്നോ. അമ്മേരെ മടി കിടന്നോ. വാ ഇവിടെ കിടക്ക്, വാ ഇവിടെ കിടന്നോ. ആ അവിടെ കിടന്നു. ആ മിടുക്കൻ, ഗുഡ് ബോയ് ആണോ ലക്കി? ഗുഡ് ബോയാ? അവള് പോന്നോളൂ ഇങ്ങോട്ട്. മോന് ഇവിടെ വന്ന് കിടന്നോ, വാ കുഞ്ഞാ. ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ലക്കിനെ കളിക്കാൻ വിട്ടാലും ലക്കി ഇവിടെ വിട്ടാൽ ഇവിടേക്കും പോവില്ല കേട്ടോ. ഓടി വന്നതാ കൊച്ചൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങും, വീണ്ടും അവൻ ഇവിടേക്ക് തന്നെ പോരും. ഞങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നോളും, എങ്ങും പോവില്ല അവന്. ഇപ്പോഴും കണ്ടില്ലേ പുറത്തേക്ക് ഇറങ്ങി ഈ ഒച്ചകളൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിങ്ങനെ നോക്കി നിൽക്കുക, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നു. ഒരു സമാധാനം ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടേക്കും വന്ന് എത്തിച്ചു വെക്കും. ഇതൊക്കെ എവിടെയും ഇരുന്നോ? ബാ അതിനകത്തല്ല, അതിലല്ല അവളതിൻ്റെ ഉള്ളിലാ, വണ്ടിയുടെ ഉള്ളിൽ. ബാ ഇനി ഞങ്ങൾ 3 പേരും കൂടി ഇനി കുറച്ച് നേരം കളിക്കട്ടെ കേട്ടോ. അവൾ ഒച്ച എടുത്തപ്പോൾ മേടിച്ചു. ലക്കി ഞെട്ടിപ്പോയാ? ഇനി 2 പേരെ തമ്മിൽ കൂട്ടാക്കി എടുക്കണം അല്ലേ ലക്കി?